വർഷവും അറബി ഭാഷ ദിനമായി ആചരിക്കുന്നു. ഡിസംബർ 18 ലോക അറബി ദിനമായി ആഘോഷിക്കുന്നു. ഒട്ടനവധി പ്രത്യേകതകളുള്ള ഒരു ഭാഷയാണ് അറബി. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന പൗരാണിക ഭാഷകളിൽ ഒന്ന്. ഏറ്റവും വലിയ സംസ്കാരങ്ങളിൽ ഒന്നാണ് ഇന്ത്യൻ. ഭാരതീയ സംസ്കാരത്തെ ലോകത്തിനു മുമ്പ് പരിചയപ്പെടുത്തുന്നതിൽ അറബി ഭാഷ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. 25 കോടി ജനതയുടെ മാതൃഭാഷ, 200 കോടിയിലധികം വരുന്ന മുസ്ലിംകളുടെ മതഭാഷ. ഇന്ത്യയും അറബി ഭാഷയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. ഇന്ത്യക്ക് അറബികളുമായുള്ള ബന്ധത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. മാത്രമല്ല, ഐക്യരാഷ്ട്രസഭയുടെ 6 ഔദ്യോഗിക ഭാഷകളിൽ ഒന്ന് എന്ന പ്രത്യേകതയും ഈ ഭാഷയ്ക്കുണ്ട്. കൂടാതെ അന്താരാഷ്ട്ര വാർത്താമാധ്യമങ്ങളുടെ വിനിമയ ഭാഷയിൽ ഉൾപ്പെടുന്നതിനാൽ തന്നെ മൾട്ടിനാഷണൽ കമ്പനികൾ ധാരാളം ജോലി സാധ്യതകൾ ഇതിനുണ്ട്. മഹാഭാരതം, രാമായണം, ഭഗവത്ഗീത തുടങ്ങിയ ഭാരതീയ ഇതിഹാസങ്ങളും വേദങ്ങളും ഉപനിഷത്തുകളും അറബി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ മാത്രമല്ല, വ്യത്യസ്ത ഇന്ത്യൻ ഭാഷകളിലെ സാഹിത്യകൃതികളും അറബി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഗ്രന്ഥങ്ങൾ മാത്രമല്ല, ഇന്ത്യൻ ഭാഷകളിലെ സാഹിത്യകൃതികളും അറബി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. മലയാള സാഹിത്യത്തിൽ നിന്നും അറബി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത കൃതി വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖി. പ്രസിദ്ധമായ ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവലും കമല സുരയ്യയുടെ MD വാസുദേവൻ നായരുടെ നോവലായ 4 മിനിറ്റ്, അവാർഡ് നേടിയ MTയുടെ കാലം. വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് വലിയ ആശയങ്ങളെ അറബി ഭാഷയിൽ എഴുതുവാൻ നമുക്ക് സാധിക്കുന്നു എന്ന ഒരു വലിയ പ്രത്യേകതയും ഈ ഭാഷയ്ക്കുണ്ട്. 8 അക്ഷരങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന ഈ ഭാഷ എഴുത്തിൽ വലത്തുനിന്ന് ഇടത്തോട്ടും എന്ന ഒരു പ്രത്യേകതയും ഇതിനുണ്ട്. വാസ്കോഡ ഗാമയും കൊളംബസും ലോകസഞ്ചാരത്തിനായി ഉപയോഗിച്ച ഭൂപടത്തിന്റെ ഭാഷ. ഭൂമുഖത്ത് മറ്റേത് ഗ്രന്ഥങ്ങളെക്കാളും പാരായണം ചെയ്യപ്പെടുന്ന ഖുർആനിന്റെ ഭാഷ. അറബി ഭാഷയുടെ സംഭാവനയായി മലയാളത്തിലേക്ക് വന്ന ചില പദങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ആബക്ത്, നികുതി, കരാർ, ഹർജി, മുൻഷി, ഹാജർ, മാപ്പ്, മൈതാനം, ഖജനാവ്. ഒട്ടനവധി പ്രത്യേകതകൾ ഇനിയും അറബി ഭാഷയ്ക്കുണ്ട്. 28 അക്ഷരങ്ങൾ കൊണ്ട് സമ്പുഷ്ടമായ ഈ ഭാഷ ഭാഷകളിലെ സുന്ദരി എന്ന് അറിയപ്പെടുന്നു.